ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡിഷ് ഉണ്ടാക്കി നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ തീയൊന്നും കത്തിക്കാതെ വേവിക്കാതെ നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. മാംഗോ കിട്ടിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ തന്നെ പറയാം. ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ മാംഗോ ആണ് നന്നായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചത് ഫ്രഷ് ക്രീമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഷ് ക്രീം ഇങ്ങനെ നേരിട്ട് കാണുന്നതും ഇങ്ങനെ കയ്യിലെടുക്കുന്നത് പോലും. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചത് മിൽക്ക് മെയ്ഡാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ചിയ സീഡാണ്. ചിയ സീഡ് ഞാൻ നേരത്തെ എനിക്കൊരു ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ പേരിൽ തന്നെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഉപയോഗിച്ചത്. അത് തലേ ദിവസം തന്നെ ഞാൻ കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ പാല്, മിൽക്ക് മെയ്ഡ്, ചിയ സീഡ്, മാംഗോ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ അമൂലിൻ്റെ ക്രീം ഇത്രയും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സ്കൂളിൽ നിന്ന് ഞാൻ വന്ന ഉടൻ തന്നെ അത് ഉണ്ടാക്കിയതായിരുന്നു. കാരണം എബിക്കുട്ടൻ ട്യൂഷന് പോയി, ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും എത്തുന്ന സമയത്ത് നല്ല തണുപ്പോടെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റായാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ല ചിയ സീഡ് നല്ല കുറുകിയിരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ പാലൊഴിച്ച് അതൊന്ന് നന്നായിട്ട് ലൂസാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മാങ്ങ നന്നായിട്ട് അടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ മാങ്ങയും പാലും ചിയ സീഡും ഒക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് ആവുന്നത് വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നീട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചെടുക്കാൻ തന്നെ ഇച്ചിരി പാടുപെട്ടു കേട്ടോ. അപ്പോൾ കാരണം ഇതൊക്കെ വീട്ടിൽ ചേട്ടനുള്ള സമയത്ത് ചേട്ടനൊക്കെയാണ് ഇത് എനിക്കെല്ലാം ചെയ്തു തരാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് നേരം എടുത്തിട്ടാണ് ഞാൻ പൊട്ടിച്ചത്. പിന്നെ അവസാനം പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആ അടപ്പോടെ അങ്ങ് ഇളകി പോകുന്നതായിരുന്നു. പിന്നീടാണ് നന്നായിട്ട് മിൽക്ക് മെയ്ഡിലോട്ട് ഒഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡും മാംഗോയുടെ ടേസ്റ്റും എല്ലാം ഒരുപോലെ നിൽക്കണം. നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം കേട്ടോ. എങ്കിലേ നല്ല ആ മാങ്ങയുടെ ടേസ്റ്റ് കുറേ നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഞാനെടുത്ത മാംഗോ നല്ല മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്കായിരുന്നു ഈ ഫ്രഷ് ക്രീം പൊട്ടിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നതും എൻ്റെ കൈകൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. പിന്നെ അവസാനം പറ്റാതെ വന്നപ്പോഴത്തേക്കും ഞാൻ അകത്ത് പോയി കത്തി എടുത്തിട്ട് വന്നിട്ടാണ് ഇതൊന്ന് പൊട്ടിച്ചെടുത്തത്. കുറേ ഞാൻ പരിശ്രമിച്ച് നോക്കിയായിരുന്നു കേട്ടോ, ഇത് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുള്ളൂന്നും. പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അകത്ത് പോയി ഞാൻ കത്തിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അറുത്തെടുത്തായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തത്. ഏതൊക്കെയോ സംഭവത്തിൽ കൂടെയൊക്കെ ചെയ്തെടുത്തു എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും എല്ലാം സെറ്റായി ഒന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെ നല്ല കട്ടിയുള്ളതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ലൂസായിട്ടുള്ളത് ഞാൻ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട സമയത്ത്. അപ്പോൾ ഇത് സംഭവം നല്ല ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത സമയത്തും ഇത് നന്നായിട്ട് കുറുകിയാണ് വന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പാലൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രഷ് ക്രീം അധികം ചേർക്കാതെ പാലൊഴിച്ച് നമ്മൾ ലൂസാക്കി എടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ ലൂസാക്കി എടുക്കണം. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് മാംഗോ ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് വെച്ച് കുറച്ച് മാംഗോ കൂടെ ഞാൻ അതിലേക്ക് ചേർത്തു. പിന്നീടും നന്നായിട്ട് ഇതെല്ലാത്തിലും പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതെങ്ങനെയാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ, കാരണം ചേട്ടനും എബിക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്ത് നോക്കി. അപ്പോൾ ഇളക്കിയെടുത്ത സമയത്ത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് തണുപ്പിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് എനിക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു തണുപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ അത് കഴിച്ചു. എനിക്ക് ഫുള്ളായിട്ട് കഴിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കിയ കാര്യം ഇതൊന്നും ചേട്ടനും എബിക്കും അറിയില്ല. ഇതിനുള്ള സാധനങ്ങൾ വാങ്ങിയത് 1-2 പേർക്ക് അറിഞ്ഞായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഇത് 2 പേർക്കും എബിക്കും ചേട്ടനും കൊടുത്തപ്പോൾ മാംഗോ വെച്ചിട്ട് ഞാൻ എന്തൊരു സംഭവം ഉണ്ടാക്കുന്നു എന്ന് എബിക്ക് അറിയാം. പക്ഷേ ഇതാണ് സംഭവം എന്നുള്ള കാര്യം അവനറിയില്ല. ഇതിൽ വാങ്ങിയ സാധനങ്ങളൊന്നും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേരും എത്തിയായിരുന്നു. ചേട്ടനും ജോലി കഴിഞ്ഞെത്തി, എബിയും ട്യൂഷൻ കഴിഞ്ഞൊക്കെ എത്തി. അവരും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയും കുടിച്ചതിന് ശേഷമാണ് ഞാനിത് എടുത്ത് കൊടുത്തത്. അപ്പോൾ 2 പേർക്കും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇതെടുത്ത് കൊടുത്ത സമയത്ത്. കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വെച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ 2 പേർക്കും അതിശയമായിരുന്നു. പക്ഷെ 2 പേരും കുടിച്ചായിരുന്നു. അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കൊണ്ട് കൊടുത്തായിരുന്നു. അവരും കുടിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞപ്പം ആദ്യമായിട്ടുള്ള എൻ്റെ ഈ ഒരു പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷണം മാത്രമല്ല, നല്ല സൂപ്പർ ഒരു പുഡിംഗ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.